തയ്യാറ് നല്ല സ്ഥലം വാഴുക നീ എന്റെ മാതാവും വാഴുക മാതാവിൽ പിതാവും വാഴുക ആയിരത്തിങ്കിൽ ഇന്ദ്രലോകം വാഴുക മന്ത്രാലോകം വാഴുക ദേവലോകം വാഴുക ശ്രീ കൈലാസം കൈലാസത്തിങ്കിൽ പരമേശ്വരൻ നല്ല സ്ഥലം അമ്മ പരമേശ്വരി പാർവതി മാതാവും വാഴുക തുടങ്ങുമ്പോൾ അമ്മ പാർവതി മാതാവ് അച്ഛൻ മഹാദേവനോടും പറഞ്ഞല്ലോ അച്ഛൻ കണ്ടറിയുന്നു ഒരു കാലത്ത് ഭൂരിഭാഗ പെണ്ണും പറഞ്ഞല്ലയോ അച്ഛ മഹാദേവ സത്യമായ പള്ളിയായ ആടിനോടിയാടി തന്നെ തൊടുന്നതും തീണ്ടുന്നതും ഒട്ടു തന്നെ ശരിയടകല്ല ഇതിനെ കൊണ്ട് വള്ളി നായാട്ടും കരിഞ്ഞ് മടക്കം വരുന്ന ഒരു കാലത്ത് ചുറ്റം കണ്ട ചെങ്കലം പാറവാകുന്നില്ല ഒരിക്കലപ്ലാവിന്റെ അടിയുള്ള എന്റെ കുപ്പുമാടത്തിൽ മലയിരിക്കുക അവിടെ ഒന്ന് കുറഞ്ഞുള്ള ഒരു ആശാമോഹങ്ങൾ പ്രണയമോഹങ്ങളൊക്കെ തീർത്തുകൊള്ളുക എന്നിങ്ങനെയുള്ള കുറഞ്ഞുള്ള ഒരു ഗുണതികളൊക്കെ പറഞ്ഞ് അച്ഛനേവന് പള്ളി നായാട്ടിലും പറഞ്ഞയച്ച് ഇതിലേശം തേടി കൂടി ആകപ്പെട്ട് നിലനിൽക്കുന്ന ഒരു കാലത്ത് ആദ്യ ശ്രീകലാസം ഓർമ്മ അമ്മ പാർവതി മാതാവിന് ഓർമ്മ വരുമ്പോൾ ഭൂരിഭാഗപ്പെട്ടവളായിരിക്കുന്നല്ലോ കൂടിക്കുന്ന് കാട്ടകത്ത് നിന്ന് ആ ശ്രീകൈലാസം നോക്കി വഴിയാൽ ഒഴിപോകുന്നതേ മന്ത്രലോകം തേരും നല്ല അന്നേരത്തിങ്കളാദശി കൈലാസത്തോടെ ഒരാകിലോട് ചെല്ലുന്ന കാലത്ത് കോടിയായിരിക്കുന്നല്ലോ പാർവതി മാതാവ് എന്നവണ്ണം നാലൊന്നും വിളിക്കുമ്പോൾ പരമേശ്വരി പാർവതി മാതാവായിരിക്കുന്നകത്തുള്ള മൃഗശാലയിൽ നിന്ന് പുറത്തുള്ള മൃഗശാലയിൽ വന്ന് നോക്കുമ്പോൾ കോടിവാകെ കാണുന്ന കാലത്ത് കോടിവാകയോട് ചോദിച്ചല്ലയോ കോടിവാകെ എന്തിനെ കൊണ്ട് നേരം കെട്ട നേരത്ത് എന്നെ വിളിച്ചതിനെ ബോധിക്കുമ്പോൾ കോടിവാക പറഞ്ഞ പരമേശ്വരത്തിനോടല്ല ചക്കമാറും നേരിട്ടു ഞാനായിരിക്കുന്നല്ലോ സബീമകളൊക്കെ പറഞ്ഞു പരമേശ്വരൻ തിരവുകൾ പിറന്ന പള്ളിയേക്കും പറഞ്ഞു ചൊല്ലു എല്ലുമൂത്രക്ക് മുള്ളുമൂത്ത മത്സ്യം കണ്ണച്ചാവാക്കിഴങ്ങ് മുക്കിഴങ്ങ് വങ്കിഴങ്ങ് പേന്തൂളിക്കിഴങ്ങ് മുതലിക്കിഴങ്ങ് ഉള്ളിക്കിഴങ്ങ് ഇന്നിങ്ങനെയുള്ള വിലയാട്ട സാധനങ്ങളൊക്കെ വെച്ചും കൂട്ടിരുന്നു അവരുടെ അണിയുടെ ഗർഭാശാക്കൂട് ഒരു കണക്കിനങ്ങ് തീർത്ത് കണ്ടു ആറാകുണമാസത്തിങ്കൾ ആറിന്റെ പേരങ്ങളായുമാസത്തിങ്കൾ ഏഴന്റെ പിള്ള അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് പാടളകി എട്ടാകുണമാസത്തിങ്കൾ ഭൂരിഭാഗ പെണ്ണിന്റെ തൊട്ടാമല കണ്ണില് ചുറുചുറേ പാച്ചു കണ്ടു കാണുന്നത് മക്കളെ പെറ്റു സമ്മതിക്കുന്ന കാലത്ത് അന്നേരത്തേക്ക് കോഴിവാകയായിരിക്കുന്നല്ലോ ഇടം വാകെ തിരിഞ്ഞ് വലമ്മാകെ നോക്കുമ്പോഴേ ഈ കാണുന്ന വാരാരുണ്യ മക്കളെ കാണുന്ന കാലത്ത് കോഴിവാകയും പറഞ്ഞു അല്ലയോ എന്റെ ബ്രഹ്മാവ് ഈ കാണുന്ന മക്കളെ പെറ്റു പ്രസവം കഴിഞ്ഞിട്ടും എന്റെ അണിവയറായിരിക്കുന്നല്ലോ തിരഞ്ഞു കാണുവാനില്ലല്ലോ എന്റെ അണിവയറ്റിലായിരിക്കുന്നല്ല കല്യാണം മുട്ടിയാളം മൂർക്കം പാമ്പിന്റെ കുഞ്ഞാണ് എന്നിങ്ങനെ നൊന്നും വിളിച്ചിറങ്ങിയിരിക്കുമ്പോൾ
കൂലിവാകയ്ക്കായിരിക്കുന്ന പിന്നെയും പെറ്റോടുത്തു. അന്നേരത്തെങ്കിൽ കൂലി വാങ്ങയായിരിക്കുന്നല്ലോ. പഞ്ചമാറന്ന് 336 മകനെ പെറ്റു പ്രസവം കഴിക്കുന്ന കാലം. ഇതിനൂരംഗോപദേശം ഞാനും കണ്ടിട്ടുണ്ട് എന്നതിനാൽ പറഞ്ഞ് അച്ഛൻ ശ്രീ മഹാദേവൻ വേഗം തന്നെ അച്ഛന്റെ തൃച്ചടയിൽ നിന്ന് 3 മുടി നാരങ്ങ പറിച്ചെടുത്തു. ഭൂമി സ്ഥലത്തോളം കൊണ്ട് പേർത്ത് വെച്ച് വെള്ളി ചെഞ്ചൂരൽ പോലുണ്ട്. ആഞ്ഞരടി അടിക്കുന്ന കാലത്തെങ്കിൽ ഒന്നല്ലോ പാർവള്ളിത്തോട്ടം വന്നോട് തിരിഞ്ഞു കണ്ടു. പാർവള്ളിത്തോട്ടത്തിലോട് ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞല്ലയോ കൂലിവാകെ, ആ കാണുന്ന പാർവള്ളിത്തോട്ടത്തിലേക്ക് കടന്നില്ലേ? പാർവള്ളിയാൽ ചെത്തി കണ്ടിച്ചു കൊണ്ടുവെക്കി. മക്കൾക്ക് ഞാൻ പാർവള്ളി കെട്ടി ഊരും പേരും വിളിക്കാമല്ലോ എന്നതിനാലെ പരമേശ്വരൻ നല്ല ചനങ്ങളുളി ചെയ്യുന്ന നേരം ായിരിക്കുന്നല്ലോ. പാർവള്ളിത്തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കുറഞ്ഞുള്ളൂർ പാർവള്ളികളൊക്കെ വെട്ടിയെടുത്ത് വെള്ളുവെയിലത്തിട്ട് വെള്ളവാട്ടം പാട്ട് അച്ഛന്മാരുടെ മുമ്പാകോട്ട് വെക്കുമ്പോൾ അച്ഛനായിരിക്കുന്ന കിഴക്കിന് എന്ന പൂന്തളം അടിച്ചു കോരി നിലവിളക്ക് ദീപം കൊണ്ടൊന്ന് കൊളുത്തി വെച്ച് ഗണപതിക്കും സരസ്വതിക്കും വെള്ളവിൽ കൊട്ടത്തേക്ക് നിവേദത്താൽ ചൊരിഞ്ഞു കാണുന്ന ഒരു കാലത്ത് മാരാങ്കോട്ടകറിയുള്ള മക്കളെയും കൊണ്ടുകൂടി വാഗപ്പെണ്ണി ഇരടിപ്പിച്ച് വെക്കുന്ന ഒരു കാലത്ത് അച്ഛന്മാരവനായിരിക്കുന്നല്ലോ ഓരോരോ മക്കളെയും എടുത്ത് ഓരോരോ മക്കളെയും പാർവള്ളിയാൽ കിട്ടുന്നുണ്ട്. അങ്ങനെ എണ്ണി 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 336 മകനെ പാർവള്ളിയാൽ കെട്ടുവാൻ ഇരടുക്കുമ്പോൾ ആ മകനായിരിക്കുന്നല്ലോ അച്ഛന്റെ അടിമുഖത്ത് നോക്കി നനുനന്നു ചിരിച്ചു. നുരു നിറവാണോർത്ത മൈകളിലേക്കും പോലെ കാര്യാർത്ഥങ്ങൾ ചോദിച്ചെറിഞ്ഞു. അല്ലയോ അച്ഛാ മഹാദേവ, എന്തിനെ കൊണ്ട് ഏതിനെ കൊണ്ട് എന്റെ ചേട്ടന്മാരെ ഡംബരിയോഗപ്പെട്ടമ്പലം പിരിപ്പൂണ് നൂരിടുന്ന തിരുമാരണം മഴക് തോന്നപ്പെട്ടു രക്തമാലേക്കത്തൊടൂറി മഞ്ചുള്ള ആളകങ്ങളും നല്ല താമര താരികൾ പോലെ തുല്യമാമിഴികളും കണ്ടറിഞ്ഞു. കൈകളിലേക്ക് മറഞ്ഞു നോക്കിന്ന് 3 നൂലം എടുത്ത് നവരത്ന കല്ലുകളൊക്കെ നൂലും തലയ്ക്കൽ കുത്തിക്കോർത്ത് മകളുടെ ഇടമ്പാകൊണ്ട് ആശ കാട്ടി വല്ലപ്പായ കൊണ്ട് നൂലോട് നൂലഴിഞ്ഞാളം കെട്ടി. ആദ്യം മുതൽക്ക് ഓരോരോ കുട്ടികൾക്ക് ഓരോരോ പേര് വിളിളങ്ങു തുടങ്ങി. ആദിമാൻ കരിങ്കുട്ടി, കരിങ്കുട്ടി ആദിമാൻ കരിങ്കുട്ടി ചാത്തൻ, കരിങ്കുട്ടി ചാത്തൻ എന്ന് പേര് വിളിച്ചു. ആദ്യകുട്ടിയെന്നും അനാദികുട്ടിയെന്നും പൂകുട്ടിയെന്നും പൂക്കുലാകുട്ടിയെന്നും പഞ്ചനെല്ലൂർ കുട്ടിയോടും കുട്ടി വിളിക്കും കുട്ടി, പായും കുട്ടി പറയും കുട്ടി, ഏറ്റത്ത് കുട്ടികളെ വള്ളിക്കുട്ടി, മായക്കുട്ടി മറിമാലക്കുട്ടി, കരിക്കുട്ടി കരിക്കുട്ടി, മന്ത്രക്കുട്ടി മരണക്കുട്ടി, മുക്കിലെ കുട്ടി, മൂലിയിലെ കുട്ടി, മാതിയാമ്പുറത്ത് കുട്ടി, ഏട്ടപ്പെട്ടിക്കുട്ടി, നട്ടപ്പെട്ടിക്കുട്ടി, വാസുപുരം കുട്ടി, വേൽപുള്ളിക്കുട്ടി, കീഴ്പുള്ളിക്കുട്ടി, ജലക്കുട്ടി, ഗന്ധക്കുട്ടി, പുഷ്പക്കുട്ടി, ദീപക്കുട്ടി, കേളത്ത് കുട്ടി എന്നിങ്ങനെ പേര് വിളിച്ചല്ലോ. ഏറ്റത്ത് ചാത്തൻ, നിറക്കത്ത് ചാത്തൻ, ചാത്തൻ, വിഷ്ണു ചാത്തൻ, മരണ ചാത്തൻ, കരി ചാത്തൻ, കരിയ ചാത്തൻ, നുടി ചാത്തൻ, സ്തംഭന ചാത്തൻ എന്ന് പേര് വിളിച്ചു. ഏറ്റവും ഒടുവിൽ പിറന്ന മകനെ അച്ഛൻ അങ്ങെടുക്കുന്നിടം ചവിട്ടിൽ കൊണ്ട് കരണമന്ത്രം ജപിച്ചൂതി വലം ചവിട്ടിൽ കൊണ്ട് ശ്രീ മഹാദേവന്റെ പേരൊന്ന് വിളിച്ചു. വിഷ്ണു ഭഗവാന്റെ മായത്തിൽ പിറന്ന മകനെ അസുരാ ഗുരുവേ പൊന്നുണ്ണി വിഷ്ണുമായേ, പൊന്നുണ്ണി വിഷ്ണുമായ ചാത്ത, പൊന്നുണ്ണി വിഷ്ണുമായ ചാത്ത, ചാത്തൻ മകനെ എന്നിങ്ങനെ 3 പേരും 3 പേരും കൂട്ടി അടങ്ങിയ പേരും വിളിച്ച് കാണുന്ന കാലത്തിങ്കലപ്പോൾ ആടുവാൻ കളി പാടുവാരോ പാട്ടാകാരത്തിൻ്റെ പണം പിരിവില് കിട്ടാപറ്റി കാണാനോ പിരിപ്പിക്കുവാനോ ശക്തിയോടിടുന്നു വേണം വല്ലറിയവണം
അരമണി പൂട്ടി മണ്ഡപത്തിൽ
ഈടും